അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എട്ടിൻ്റെ ഒരു കാര്യമാണ്. എട്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ടിൻ്റെ ഒരു ഭാഷ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരു പാട്ടുണ്ട്, എട്ടുക്കുള്ള ഉലകം മെരുക്ക് രാമയ്യ, അങ്ങനെ ഒരു പാട്ടുണ്ട്. അപ്പോൾ എട്ടിനെ കുറിച്ച് മാത്രം ഒരു പാട്ട് വരെ പാടണമെന്നുണ്ടെങ്കിൽ 9നെ കുറിച്ചൊരു പാട്ട് പാടിയിട്ടില്ലല്ലോ അവർ. അപ്പോൾ എനിക്കൊരു എട്ടിലെന്തോ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയതുകൊണ്ട് അപ്പോൾ ഞാൻ എട്ടിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കി. അപ്പോൾ എട്ടിൽ ഒരുപാട് പ്രത്യേകതകളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എട്ടിൻ്റെ പ്രത്യേകതകൾ നമുക്ക് കിട്ടിയത് സ്ഥിതിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ എട്ടിൻ്റെ പ്രത്യേകത എന്താണ്, അതായത് ഓരോ നമ്പറിലും ലാസ്റ്റ് 8 വരുന്നത്, വെറുതെ 8 വരുന്നില്ല, എന്തായാലും ലാസ്റ്റ് 8 വരുന്നുണ്ട്. അപ്പോൾ 8 വരുന്നത് എങ്ങനെ, അതുപോലെ 8ൻ്റെ ഉള്ളിൽ കുറച്ച് നമ്പറുണ്ടല്ലോ അത്, അങ്ങനെ 8ൻ്റെ പ്രത്യേകതകളാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് 8ൻ്റെ ഉള്ളിലുള്ള നമ്പറുകൾ ആദ്യം നമുക്കൊന്ന് കാണിച്ചു തരാം. അതായത് 8ൽ ഇപ്പോൾ നമ്മൾ പറയുമല്ലോ, സാധാരണ 8നെ പകുതിയാക്കി കഴിഞ്ഞാൽ 3 കിട്ടും, 8നെ ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ 2 0 കിട്ടും. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ നോക്കുമ്പോൾ അതും ഒരു കണക്കിന് ശരിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അതിൽ നമുക്ക് 8ൻ്റെ ഒരു ഇത് നമുക്ക് നോക്കാം. ഇപ്പോൾ 8 എന്ന് പറഞ്ഞൊരു നമ്പർ, 8 ഇതിനെ നമുക്ക് ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ 2 0 അതിലുണ്ട് അല്ലേ, 2 0 ഉണ്ട്. ഇനി 8നെ നമുക്ക് ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഒരു 3 ഇടാന്ന് വിചാരിച്ചോ, ആ 3നെ നമുക്ക് 8 ആക്കാം. അപ്പോൾ അവിടെ നമുക്കൊരു 3 ഉണ്ട് 8ൽ. ഓക്കെ, അതേപോലെ നമുക്കൊരു 5 ഇടാന്ന് വിചാരിച്ചോ, 5നെ നമുക്ക് 8 ആക്കാം. ഉണ്ടാ, അപ്പോൾ 8ൻ്റെ ഉള്ളിൽ ഒരു 5 ഉണ്ട്, 8ൻ്റെ ഉള്ളിൽ ഒരു 5 ഉണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുക, ഒരു 2 ഇടാം. നമുക്ക് ജസ്റ്റ് ഒരു 2 ഇട്ട് കഴിഞ്ഞാലും നമുക്ക് ആ 2നെ നമുക്ക് ഒരു 8 ആക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് 8ൻ്റെ ഉള്ളിൽ എന്തുണ്ട്, 2 ഉണ്ട്. ഓക്കെ, ഇങ്ങനെ 8ൻ്റെ ഉള്ളിൽ കുറച്ച് നമ്പറുകൾ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. 0 0, അതുപോലെ 3 5 2, ഇതൊക്കെ 8ൻ്റെ ഉള്ളിലുള്ള നമ്പറാണ്. പോരാത്തതിന് 8ഉം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു നമ്പർ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എങ്ങനെയുണ്ട്, 2 0, ഒരു 3, ഒരു 5, ഒരു 2, ഒരു 8. അപ്പോൾ നമുക്ക് 8ൽ അങ്ങനൊരു പ്രത്യേകതയുണ്ട്. നമുക്കിനി അടുത്ത പ്രത്യേകത കാണിച്ചു തരാം. അടുത്ത പ്രത്യേകത എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അടുത്ത പ്രത്യേകത എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു നമ്പർ വരികയെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു കേരള ലോട്ടറിയിൽ നിന്നല്ല, നമുക്കൊരു ഏതോ ഒരു നമ്പർ, ഏത് നമ്പർ ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഏത് നമ്പർ ആയാലും ലാസ്റ്റ് അടിക്കാൻ പോകുന്നൊരു നമ്പർ 8 എന്ന് പറഞ്ഞൊരു നമ്പറിൽ അല്ലെങ്കിൽ ആ രീതിയിൽ കണക്ക് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം നമുക്ക്. ഇപ്പോൾ ഒരു സാധാരണ ഇപ്പോൾ ഞാനൊരു നമ്പർ, ഇപ്പോൾ ഏതെങ്കിലും, എനിക്ക് എപ്പോഴും ഏത് നമ്പർ എഴുതുകയാണെങ്കിലും 3 6 9 നമ്പറെ പെട്ടെന്ന് പോരുള്ളൂ, എഴുതുമ്പോഴും അതിൽ അങ്ങനെ പോരുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാം, 85 20 25 ഇങ്ങനെ ഞാൻ എഴുതണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഈ ഒരു 3 നമ്പർ നമ്മൾ കൂട്ടി നോക്കുക. 8ഉം 2ഉം 10, 15ആണ്. ഓക്കെ, 15. ഇവിടെ ഈ കിട്ടിയ ഈ ഒരു 5 ഉണ്ടല്ലോ, ഈ 5 ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് 85 25 വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നെക്സ്റ്റ് ഈ 8 2 5ൻ്റെ കൂടെ ഒരു 8ഉം കൂടിയും കയറി വരും. അതെങ്ങനെയാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, 85 28, അതായത് എന്തായാലും 85 28 വരും. മനസ്സിലായോ? അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെ വരികയാണെങ്കിൽ മാത്രം കേട്ടോ. ഇങ്ങനെ ഏത് നമ്പർ ആയാലും, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 714 വേണമെങ്കിൽ നമുക്ക് എഴുതാം അല്ലേ. ഇപ്പോൾ ഏത് നമ്പർ വേണമെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ നമ്മളൊരു നമ്പർ കൂടി നോക്കാം, 700 അല്ല വേണ്ട, ഒരു 37 നമുക്കിടാം, 37 ഇടാം, എന്നാലും കുഴപ്പമില്ല. അപ്പം 37 എത്രയാണ്, 37 21ആണ് അല്ലേ. 21ൽ ഈ ഒരു 1 ഇവിടെ വന്നെന്ന് വിചാരിച്ചു. അതായത് 21 എന്നുള്ള നമ്പറിൽ ഈ ഒരു 1 ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നെക്സ്റ്റ് 37 8 വരും. 37 8 വന്നിരിക്കും. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നിങ്ങൾക്ക് ചാൻസ്, നിങ്ങൾ കേരള ലോട്ടറിയിൽ ഇപ്പോൾ റിസൾട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിച്ചു തരുമ്പോൾ ഒരുപാട് സമയം പോകുമല്ലോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ റിസൾട്ട് കാണിച്ചു തരാം, നിങ്ങൾക്ക് എഴുതി ഇങ്ങനെ കാണിച്ചു തന്നത്. അപ്പോൾ കുറേ സമയം പോകും. നമ്മൾ ആ റിസൾട്ട് അങ്ങോട്ട് നീക്കി ഇങ്ങോട്ട് നീക്കി മറ്റേ നീക്കി മറിച്ച് നീക്കി, അപ്പോൾ നമുക്ക് സമയം പോകണം. അപ്പോൾ നമ്മൾ അതൊന്നും ചെയ്യാതെ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അടിച്ചൊരു നമ്പർ ഞാൻ കാണിച്ചു തരാം. അതെങ്ങനെയാണെന്നുള്ളതും കൂടി ഞാൻ എഴുതി കാണിച്ചു തരാട്ടെ. എന്തുകൊണ്ടാണ് അവിടെ 8 വരുന്നത് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ
1832 അടിച്ചൊരു നമ്പറാണ്, അടിച്ച് പോയതാണ്. അപ്പോൾ 1832 എന്ന് പറഞ്ഞൊരു നമ്പർ നമുക്ക് കൂട്ടി വെക്കാം. 8 1 9, 9 3 എത്രയാണ്? 12ആണ്. ഓക്കെ, ഇവിടെ 12 എന്ന് പറഞ്ഞൊരു നമ്പറാണ്. ആ 2 കറക്റ്റായിട്ട് ഈ ഭാഗത്ത് അടിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? 2 കറക്റ്റായിട്ട് ഈ ഭാഗത്ത് അടിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എന്തായാലും ഇതിലൊരു 8 വരും. അതാണ് 1838. ഇതാണ് ഈ നമ്പർ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അടിച്ചിട്ടുണ്ട്. അടിച്ചത് ഇനി റിസൾട്ട് എടുത്ത് കാണിച്ചു തരുന്നില്ല, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ 1838 ഇതെങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് 1832 എത്ര മൊത്തം കൂട്ടിയപ്പോൾ ഈ ഒരു നമ്പർ കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 12ആണ് കിട്ടിയത്. ഓക്കെ, 12 കഴിഞ്ഞാൽ എത്രയാണെന്നുള്ളത് നമുക്കിവിടെ എഴുതി നോക്കാം. 12 കഴിഞ്ഞാൽ ഇതെവിടെ 12 ഇടാം നമുക്ക്. ഓക്കെ, ഇവിടെ 12 ഇട്ടുണ്ട്. 12 കഴിഞ്ഞാൽ 13, 14, 15, 16, 17, 18, 19, 20 ഇങ്ങനെ എഴുതുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ 12 അതിലെ 2 എന്ന് പറഞ്ഞ നമ്പർ മനസ്സിലായ? ഇതിലത്തെ ഈ 2 എന്ന് പറഞ്ഞ നമ്പർ എത്രാം സ്ഥാനത്താണ് വരുന്നത് നോക്കിയാൽ മതി. എത്രാമത്തെ സ്ഥാനത്ത് അങ്ങനെ എഴുതിയതിനു ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 നമ്പറും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 2 കിട്ടണം. ആ കിട്ടുന്ന സ്ഥാനം എത്രാമത്തെയാണെന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ നമുക്ക് നോക്കി നോക്കാം. 3 3 എത്രയാണ്? 4. ഇവിടെ ആ സ്ഥാനമല്ല. ഇവിടെ 4 1 5 അല്ല, 5 1 6, 6 1 7, 7 1 8, 8 1 9, 9 1 10. ഇവിടെ 1ആണ്. ഓക്കെ, ഇവിടെയാണ് നമുക്ക് എത്ര കിട്ടുന്നത്? 0. അതായത് 20. 20 എന്ന് പറയുമ്പോൾ ഇവിടെ 2 തന്നെയല്ലേ നമുക്ക് കിട്ടുള്ളൂ, കൂട്ടാൻ കഴിയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഈ 12ന് ശേഷം നമ്മളിങ്ങനെ എഴുതിയതിനു ശേഷം ഈ 2 എവിടെയാണ് വരുന്നത് അവിടം വരെ നമ്മൾ എഴുതണം. എന്ന് കരുതി 2 ഇവിടെ എല്ലാട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഈ നമ്പറുകൾ മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ 2 കിട്ടണം. അത് എവിടം വരെ വരുന്നു അവിടം വരെ നമ്മൾ എഴുതിയിരിക്കണം. എന്നിട്ട് അത് എത്രാമത്തെയാണ് വന്നിട്ടുള്ളത് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. 1 2 3 4 5 6 7 8. അതായത് 8ാം സ്ഥാനത്താണ് അത് കിടക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇങ്ങനെയുള്ള നമ്പറുകൾ കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇതിൻ്റെ കൂടെ ഒരു 8 കയറി വരും. അതാണ് ഇങ്ങനെ. അത് ഇങ്ങനെ ഈ ഒരു നമ്പർ 8 മാത്രമല്ല നമുക്ക് നോക്കാൻ പറ്റുക, ഏത് നമ്പറും നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഏത് നമ്പറായാലും നമുക്ക് നോക്കാൻ പറ്റും. ആ ഇപ്പോൾ 2 1 അതായത് നമ്മൾ ഒരു നമ്പർ കൂട്ടിയിട്ട് ഇപ്പോൾ 14ആണ് കിട്ടുന്നതെങ്കിൽ 14ആണ് കിട്ടുന്നതെങ്കിൽ ഇപ്പം നമുക്ക് 7 7 14 അല്ലേ? 7 14 അപ്പോൾ 774. ആ 3 നമ്പറിൽ വേണം ഞാൻ കാണിച്ചില്ല. നമുക്ക് ഇതെല്ലാം മാറ്റാൻ പറ്റില്ല. ഇത് നമ്മൾ വിചാരിച്ച പോലെ ഇല്ല. ഇത് നമ്മൾ എഴുതി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതാണ് കിടന്ന് ഗുസ്തി പിടിക്കുന്നത്. നിങ്ങൾക്ക് 3 നമ്പറിൽ വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് എത്രയാണ്? 7 7 14. ഇവിടെ ഒരു 4 അടിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അതായത് വന്നിട്ടുണ്ടെന്നായിരിക്കും 774. 7 7 14. ഈ 4 ഇവിടെ ഉണ്ടല്ലോ, ഓൾറെഡി 4 ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ 14 ഇടാം. ഓക്കെ, 14 ഇട്ടിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് ഈ 4 വരുന്ന നമ്പർ എത്രാം സ്ഥാനത്താണ് കിടക്കുന്നതെന്ന് നമുക്ക് 14 കഴിഞ്ഞിട്ട് എഴുതി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 14 കഴിഞ്ഞാൽ 15 16 17 18 19 20 21 22. ഈ 4 എവിടെ വന്ന്? 2 2 4 ഉണ്ടല്ലേ? 2 2 4. ഇവിടെയൊക്കെ 3 ആണ്. ഇവിടെ 2 തന്നെയാണ്. ഇവിടെ 10 എന്ന് പറയുമ്പോൾ ഇവിടെ 1 തന്നെയാണ്. ഇവിടെ 9 ആണ്. ഇവിടെ 8 ആണ്. ഇവിടെ 7 ആണ്. ഇവിടെ 6 ആണ്. ഇവിടെ ഈ 4 എത്രാം സ്ഥാനത്താണ് വന്നത്? അതുവരെ, അതായത് 4 കിട്ടുന്നത് വരെ നമ്മൾ എഴുതണം. 4 വന്നത് 22ലാണ്. അതായത് 2 2 4. അത് എത്രാം സ്ഥാനത്താണ്? 1 2 3 4 5 6 7 8. അവിടെ 8ാം സ്ഥാനത്താണ്. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു 8 കയറി വരും. മനസ്സിലായില്ലേ? അതായത് എന്തായാലും ഇതിൻ്റെ കൂടെ ഈ 774ൻ്റെ കൂടെ ഒരു 8 വരും. ഇതേ ഒരു മെത്തേഡാണ് 4 നമ്പറിലും നടക്കുന്നത്. 4 നമ്പറിൽ നമ്മളൊരു നമ്പർ കൂട്ടി 3 നമ്പർ കൂട്ടി 25 കിട്ടി. ആ 25ൽ ലാസ്റ്റ് 5 കറക്റ്റായിട്ട് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായാലും ആ 5 മാറി അവിടെ ഒരു 8 കയറി വരും. മനസ്സിലായില്ലേ? ഇതാണ് സംഭവം. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് നോക്കി നോക്ക്. ഇതുപോലെ കറക്റ്റായിട്ട് എഴുതിയാലേ നമുക്ക് കാര്യം പിടിയിട്ടുള്ളൂ കേട്ടോ. അതായത് കറക്റ്റായിട്ട് ഇങ്ങനെ അടിച്ച നമ്പറിൽ എന്തായാലും 8 വരും. നമ്മളൊരു 3 നമ്പർ കൂട്ടി 27 കിട്ടി. ആ 7 ലാസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പിന്നെ എന്തായാലും ഒരു 8 വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ എല്ലാ നമ്പറിലും അങ്ങനെയാണ് സംഭവം. ഇനി നെക്സ്റ്റ് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 വന്ന ഒരു നമ്പർ
ഏതും ആയിക്കോട്ടെ, ഏതൊരു 8 വന്ന നമ്പറിൽ, ഏത് നമ്പറിൽ 8 വന്നാലും ആ നമ്പറിൻ്റെ കൂടെ ഇപ്പോൾ ഒരു 4 നമ്പറിൽ ഇട്ടാമെന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്കൊരു ഈ 4 നമ്പറിൻ്റെ കൂടെ ഒരു 8 വന്നിട്ട് നമുക്ക് തന്നെ നമുക്ക് കൂട്ടിത്തരാം. അത് നിങ്ങൾ 5000 അടിച്ചിട്ടുള്ള നമ്പറായാലും 2000 ആയാലും ഏതായാലും കുഴപ്പമില്ല. 8 അത് ഇവിടെ തന്നെ വരണമെന്നില്ല കേട്ടോ. ഇവിടെ ഒരു 8 വരെ, ഇവിടെ ഒരു 8 വരെ, എങ്ങനെയായാലും കുഴപ്പമില്ല. നമുക്ക് ഇപ്പോൾ 98 95 വിചാരിക്കുക. ഒരു 8 ഉണ്ടല്ലോ ഇതിൽ, അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. ഇപ്പോൾ 9 9 18 18 9 18 18 2 20 26 26 5 31 അല്ലേ? 26 5 എത്രയാണ്? 26 5 31. ഇങ്ങനെ കിട്ടുന്ന നമ്പറിൽ 31 എന്തായാലും ഒരു 8 ഉണ്ടായിരിക്കും. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ. ഞാൻ റിസൾട്ട് ഒന്നും എടുത്ത് ഇങ്ങനെ കാണിച്ചു തരുന്നില്ല, സമയം കൂടുതൽ പോകും. അപ്പോൾ ഇതാണ് 8ൻ്റെ പ്രത്യേകതകൾ. അതായത് 8 വന്നിട്ടുള്ള ഏത് നമ്പറായാലും മൊത്തം കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ കിട്ടുന്നത് ആ നമ്പറിൽ ഒരു 8 ഉണ്ടായിരിക്കും. അത് നിങ്ങൾ വേണമെങ്കിൽ പിറ്റേ ദിവസം പോയി നോക്കിയോ, കറക്റ്റായിട്ട് വന്നിരിക്കും. പക്ഷേ ഈ 31 എന്ന് പറഞ്ഞൊരു നമ്പറിൽ 8 ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ നോക്കി നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് 8ൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ 8ൽ ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പോരാത്തതിന് വേറൊരു കാര്യം കൂടി ഞാൻ പറയാൻ മറന്നുപോയി, അതും കൂടി ശ്രദ്ധിക്കുക. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു നമ്പർ ഇപ്പോൾ കൂട്ടി, ഇപ്പോൾ എന്താ പറയുക, ഇത് നോക്കാം നമുക്ക്. 9 9 18 18 നമുക്ക് ഇങ്ങനെ കാണിച്ചാൽ 98 ഇത് ഈ ഒരു നമ്പറിൽ ഇപ്പോൾ 9 9 18 18 2 20 26 കേട്ടോ. ഈ നമ്പർ 26 ഇവിടെ ഒരു 6 വന്നിട്ടുള്ളത് അല്ലേ? ഇവിടെ ഒരു 6 ഇങ്ങനെ 98 96 എന്നുള്ളൊരു നമ്പർ വന്നാൽ എന്തായാലും 8 വരും. പക്ഷേ ഇങ്ങനെ വന്ന സ്ഥിതിക്ക് എന്തായാലും ഒരു 0 കൂടി ഇതിൽ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഒരു 0 കൂടി ഒരു സാധ്യത വരും ചിലപ്പോൾ. കാരണം കറക്റ്റായിട്ട് ഇപ്പോൾ 16 എന്ന് പറഞ്ഞൊരു നമ്പർ ഇവിടെ കറക്റ്റായിട്ട് 16 വന്നല്ലോ. വന്ന സ്ഥിതിക്ക് ഒരു 0 വരും. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് സംഭവങ്ങൾ. ഒന്ന് 8ൻ്റെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കൂട്ടി കിട്ടുന്ന നമ്പറുകളിൽ കറക്റ്റായിട്ട് ഇപ്പോൾ 16 ആണെങ്കിൽ 6 ഇവിടെ ഉണ്ടെങ്കിൽ എന്തായാലും നെക്സ്റ്റ് 9 8 9ൻ്റെ കൂടെ വീണ്ടും ഒരു 8 കയറി വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ 8ൻ്റെ കാര്യങ്ങൾ ഇതാണ്. റിസൾട്ടും കാര്യങ്ങളൊന്നും എടുത്ത് കാണിച്ചു തരുന്നില്ല, നേരം പോവും. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സി യു. നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. പിന്നെ നമുക്ക് ഇതൊക്കെ ഈ നമ്പറുകളൊക്കെ നിങ്ങൾ അടയാളങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് വെച്ച് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ചാൻസ് നോക്കാൻ പറ്റും. അപ്പോൾ അതും കൂടി, അപ്പോൾ വേണമെങ്കിൽ ഒരു ചാൻസ് കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതിപ്പോൾ നമ്മൾ പറഞ്ഞില്ല 0269 എന്ന് പറയുമ്പോൾ ഒക്ടോബറിൻ്റെ ഗാന്ധി ജയന്തി ഇന്നലെ മുടക്കായിരുന്ന സംഭവം ഏതായിരുന്നു? ഇന്നലെ മുടക്കായിരുന്നത് 50-50 ആയിരുന്നു. 50-50 3 ഓക്കെ, 50-50 3 കഴിഞ്ഞ കൊല്ലം ഒക്ടോബർ 2-ാം തീയതി മുടക്കുള്ള സംഭവം ഏതായിരുന്നു? വിൻ ആയിരുന്നു. വിൻ 8 ഓക്കെ. ഒക്ടോബർ 2-ാം തീയതിയാണ് മൊത്തത്തിൽ മുടക്ക്. അപ്പോൾ ഇവിടെ വരുന്നത് കണ്ടില്ലേ, ഒക്ടോബർ 2ൻ്റെ കൂടെ 8 3 മിക്കപ്പോഴും കാണാൻ സാധ്യതയുണ്ട്. 80-23 അത് മിനിഞ്ഞാന്നൊക്കെ ലാസ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ട് 80-21 26 അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചാൻസുകൾ നോക്കാമെന്നാണ് നമ്മൾ ഇതിനെയൊക്കെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതൊക്കെ ഓരോ അടയാളങ്ങളാണ്, മനസ്സിലാക്കി വെച്ചോ. അപ്പോൾ 80-23 എന്നുള്ളൊരു നമ്പർ ചിലപ്പോൾ നമുക്ക് 02-38 02-53 5000 വരാൻ സാധ്യതയുണ്ട്. മറിച്ചും തിരിച്ചും കളിക്കും. അതിന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ വേറൊരു കാര്യത്തിൽ നിങ്ങൾ നോക്കിക്കോ. ഇപ്പോൾ ആഗസ്റ്റ് 15-ാം തീയതി നിങ്ങൾക്കറിയാലോ മുടക്കായിരുന്നു. അതായത് 9 6 15 ഇതിലുള്ള നമ്പർ അന്ന് മുടക്കായിരുന്നു. അന്നൊരു ഉദാഹരണം പറയാണ്, പറഞ്ഞു തന്നെ പറയല്ല. അന്ന് 15-ാം തീയതിയിൽ ഇല്ലാത്തൊരു നമ്പർ, ശരിക്കും പറഞ്ഞാൽ ഇല്ലാത്തൊരു ഇത് ശ്രീശക്തിയായിരുന്നു. ഏത്? കഴിഞ്ഞ കൊല്ലം. ഈ കൊല്ലം ഇല്ലാത്തത് കാരുണ്യ പ്ലസ് ആയിരുന്നു. മനസ്സിലായ? ഇതിലൊരു 15, അതായത് ആഗസ്റ്റ് 15-ാം തീയതിയിൽ കഴിഞ്ഞ കൊല്ലം ശ്രീശക്തി ഇല്ല, ഈ കൊല്ലം കാരുണ്യ പ്ലസ് ഇല്ല. ഈ 71-54 എന്ന് പറഞ്ഞ നമ്പർ ആഗസ്റ്റ് 15-ന് ശേഷം നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ. 15-47 45-17 പല രീതിയിൽ ഈ നമ്പർ തിരിച്ചടിച്ചിട്ടുണ്ട്. 70-54 ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ നമ്പർ ഇഷ്ടംപോലെ തവണ വന്നിട്ടുണ്ട്. അതേപോലെ വരുന്നൊരു നമ്പറാണ് ഇത്. ഇതും കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഇങ്ങനെയൊക്കെ നമുക്കിതിൽ ചാൻസ് നോക്കാൻ പറ്റും എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങളുടേതായ രീതിയിൽ നോക്കുക. എനിക്കറിയാവുന്ന ഐഡിയകൾ ഞാൻ പറഞ്ഞു തരുന്നു. അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം.